പ്രിയരെ, നാടകം ആരംഭിക്കുന്നു. ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന ചെറുകഥയുടെ സ്വതന്ത്ര രംഗാവിഷ്കാരം. മർഫി. അഭിനയം ശ്രീ PV രാജൻ മാസ്റ്റർ, P സത്യനാഥൻ. പശ്ചാത്തല സംഗീതം PP ജയൻ. സാങ്കേതിക സഹായം ഹാസി വർണ്ണവേ, മനു നടക്കാവ്. അവതരണം ജ്വാല തിയേറ്റേഴ്സ് ഉദിനൂർ. ആവിഷ്കാരം EV ഹരിദാസ്. നാടകം മർഫി. ആകെ നനഞ്ഞ് വിറക്കുമായിരുന്നു. ഞാൻ നനഞ്ഞാലും വേണ്ടില്ല, ഇത് നനയാൻ പാടുള്ളൂ. അന്നമ്മേ, 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 നീ കുട്ടികളെ കൂട്ടി കഴിഞ്ഞ് വന്നേ. എന്താ കൊണ്ടൊന്ന് നോക്കിയേ. നല്ല ഒന്നാന്തര പേര്. ഇതിലൊരു കുഞ്ഞിന്റെ ചിത്രമുണ്ടല്ലോ, എന്റെ മോൻ ജോണിനെ പോലെ എന്നെ പൊടിപടിക്കാതിരിക്കുന്നു. ഏടാ ബുക്ക്? അത് ശരിയാവില്ല. വേണ്ടപ്പ കയ്യോണ്ടാവന്നെ തട്ടിട്ട് വീണാ പിന്നെ അതായി വരും. നാട്ടുകാർക്ക് ഇവിടെ റേഡിയോ കാണുകയും ചെയ്യാം, പാട്ടും കേൾക്കാം, നമ്മക്ക് നമ്മളെ പണി കൊടുക്കാം. മലയാളി മനസ്സിൽ ആഹ്ലാദം വാരി വിതറുന്ന പുണ്യദിനമാണ് തിരുവോണം. ഈ ദേശീയോത്സവം ലോകമെമ്പാടുമുള്ള മലയാളികളെ നെഞ്ചേറ്റിലാഴ്ത്തുന്നു. നാനാവർണ്ണ വിചിത്രമായ ഈ ലോകജീവിതത്തിൽ നിർവൃതിയേകുന്ന അനുഭൂതികൾ ഓണത്തിന്റെ മധുര സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ NS തിവാരി. കുട്ടികളുടെ പരിപാടിയായ ബാലമണ്ഡലത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആകാശവാണി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാൻ തിരുവനന്തപുരം. വാർത്തയാവുമ്പോ ശ്രദ്ധിച്ചു കേൾക്കണം, അല്ലെങ്കിൽ കേട്ടതായിരിക്കില്ല സത്യം. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വെക്കാം. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി വയനാട്ടിൽ വ്യാപക കൃഷിനാശം. റിലയൻസ് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിൽ ആസ്ട്രേലിയ ന്യൂസിലാൻഡിനെ 3 റൺസിന് തോൽപ്പിച്ചു. പുതിയ പാർപ്പിട പദ്ധതി പ്രഖ്യാപിച്ചു. ദരിദ്രജന വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ കാലവർഷം കൂടി
ശക്തമായി വീശിയടിച്ച കാറ്റ് വാഗമണിയുടെ പള്ളിയിൽ പോയ संप्रतिवार्ताः श्रूयन्ताम् प्रवर्तकः परमानन्दझा उत्तरप्रदेशे ഇതാരീ ഒറ്റയ്ക്ക് മിണ്ടുന്നു മോനെ ഒട്ട് കാണുന്നില്ല ഇതേത് ഭാഷ അമ്മി റേഡിയോന്റെ ഉള്ളുന്നാകും ഈ ഒറ്റയ്ക്ക് മിണ്ടുന്നു ഇതാ ഇവൻ പറഞ്ഞ റേഡിയോ ഈ മനുഷ്യന്മാരെ പോലെ കണ്ടുപിടുത്തങ്ങൾ ഈ ആറാട്ടുകുന്നിലും പലിശക്കാരൻ ചെമ്പുമത്തായി മറ്റോ റേഡിയോ എന്നിട്ട് ഈ കുന്ത്രാണ്ടം തിരിച്ചിട്ട് ബാബന്റെ നല്ല കാര്യമുണ്ടായി ഈ കുന്ത്രാണ്ടൂടെ വെച്ചിട്ട് ഇവന് നേടിയ പോയി ഇതാണ് ഞാൻ വാങ്ങിയ പുതിയ റേഡിയോ 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 ഈ റേഡിയോക്ക് ലൈസൻസ് കാണാം നീ റേഡിയോ ലൈസൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ പിൻപാക്കാൻ നോക്കണ്ട റേഡിയോ മനസ്സിൽ വെച്ചിട്ട് നീ വലിയ ആളുകളോ അങ്ങനെയൊന്നും മൂപ്പറെ ബന്ധിലേക്ക് ഈ ആറാട്ടും എനിക്കും എന്നെ കെട്ടിയോ ചൈനയിൽ പറഞ്ഞ അത് നീയ രണ്ട് ജോഡിയുണ്ട് നല്ല തുണിയല്ലേ മൂപ്പറെ വാങ്ങി നമ്മളെ ശ്രീധരനാണ് വേണ്ടിയില്ല ഇതിന് നല്ല പൈസ ഉണ്ടോ ഓളളവ് എന്റെ അളവ് എനിക്കൊരു സംശയമുണ്ട് ഓളുകിരിക്ക വളയതോ സ്വർണത്തിന്റെ ചെമ്പിട്ടോ ഈ ഒരു കാര്യം നീലക്കുയിലെ സിനിമയിലെ പാട്ടിന്റെ മുമ്പേ എനിക്ക് സിനിമയും പാട്ടും മാത്രം ഇഷ്ടമല്ലോ കരഞ്ഞു നീ അളവെടുക്കും മുറുക്കിയടിക്കുന്ന ഇപ്പോഴത്തെ പേഷന് മുറുക്കിയടിച്ചാൽ സിനിമകളുടെ സത്യനെ പോലെ ഉണ്ടാവുക പറയുന്നത് പെണ്ണുങ്ങൾ മുറുക്കിയാൽ ശീലനെ പോലെ ഉണ്ടാവുമല്ലോ എന്റെ ചാക്കുണ്ണി നീ എനിക്ക് സത്യം ശീലേരി കുപ്പായം അടിച്ചു തരണ്ട നിനക്ക് എന്റെ കെട്ടിയോളി കുപ്പായം അടിച്ചെന്നാ പെട്ടെന്ന് വേണം ചാക്കുണ്ണിയെ നിന്റെ സിനിമാ ഭ്രാന്തും നാടക ഭ്രാന്തും എനിക്ക് നന്നായിട്ടറിയാം അതിന്റെ കാണാവാച്ച നീ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മത്തായി അഞ്ചോട്ട് അതിന്റെ അടക്കം പലിശ സുനിൽ ഗാന്ധി ഇലവിലെ ഒരു കാര്യം വായിച്ചു റേഡിയോ പരിപാടികള് റേഡിയോ എന്ന് പറഞ്ഞാൽ തീരുമാനം ജോലിയാണെങ്കിൽ ബാലമണ്ഡലം എന്ന് വെച്ചാൽ പറയാനുണ്ട് പാട്ടും ശബ്ദവും കണ്ടത് കേട്ടതും ഏറ്റവും നീരുന്ന പാട്ട് കേൾക്കണം ഇപ്പോഴത്തെ ബാറ്ററിയുടെ ഒരു കാര്യം 2 വർഷത്തിന് വേണ്ടിയിട്ട്
പുതിയ ബേക്കറിയുടെ മനുഷ്യൻ പോ റേഡിയോ നാടകോത്സവം തുടങ്ങുന്ന ദിവസത്തിൽ നിന്ന് ആരായിരിക്കുന്നത്? നാടകം ആരുതായാലെന്ത ഏതായാലെന്ത നാടകം വെച്ചാൽ ആരും തന്നെയാണ്. വെച്ചോക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മമ സഖി സരളി. കോഴിക്കോട് നിലയത്തിന്റെ നാടകമാണ്. തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം. അതിൽ നമ്മൾ സിനിമ നടന്മാർ സത്യം നസൂറുണ്ടല്ലോ. സംവിധാനം അല്ല രാധാകൃഷ്ണൻ. കോഴിക്കോട് നിലയത്തിന്റെ നാടകവും മോശമൊന്നുമല്ലേ? നമ്മളെ ഗാൻഖാവിലൊക്കെ എതിരുണ്ടല്ലോ. ഞാൻ ഊർമിള. ഏത് ഊർമിള എന്നാകും ചോദ്യം. കഴിയില്ല. അത്രയ്ക്കും അപ്രസക്തമായ ഒരു കഥാപാത്രമാണ് ഞാൻ. സീത. ഓ, സീതയറിയില്ലേ? അയോധ്യയിലെ മിഥിലയിലെ അതെ, അത് തന്നെ. സീതയുടെ അനുജത്തി ഊർമിള, ലക്ഷ്മണന്റെ ഭാര്യ. ഹേ കൊട്ടാരം കാവൽക്കാരാ, സരയു എനിക്ക് കിട്ടിയ കൂട്ടുകാരി. എന്റെ അയോധ്യ ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തത്തിനും നീ സാക്ഷ്യം വഹിച്ചു. മരുന്നിന് സൂചിക്ക് ഒരുപാട് ആരോട് പറയില്ല. തുന്നിക്കുലി തരാനുള്ളവര് ചോദിച്ചിട്ടാണ് വല്ലാത്തൊരു ഉത്തപ്പ, എന്റെ വല്ലാത്തൊരു ഉത്തപ്പ. ആരോട് പറയില്ല. നാല് ദിവസമായി നിന്റെ ഒച്ച ഞാൻ കേട്ടത്. ഏത് സങ്കടത്തിലും നിന്റെ ഒച്ച എനിക്കൊരു ആശ്വാസം. റേഡിയോ നാടകോത്സവം തീരുന്ന ദിവസമല്ല. അഖില കേരള റേഡിയോ നാടകോത്സവം അവസാന ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു കടൽ തീരത്ത്. എങ്ങോട്ടായില്ലേ? എന്റെ കുട്ടി കൂടെ അല്ലേ? നാളെയാണല്ലേ? എനിക്ക് പിടിയില്ല. കടലാസിൽ എന്താണ് എഴുതി കിടക്കുന്നതാവോ? അതെ, നാളെ രാവിലെ 5 മണിക്ക്. മകനെ, നീ എന്ത് ചെയ്തു? നീ
കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമല്ല മോനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. അപ്പൻ എനിക്ക് വേറെ ഓർമ്മിക്കൂ. അപ്പ തൂക്കിക്കൊള്ളാൻ സമ്മതിക്കല്ലേ? നിന്നെ ചാവാൻ ഞാൻ വിടില്ല. നിന്നെ ചാവാൻ ഞാൻ വിടില്ല. എന്റെ മോനെ ചാവാൻ ഞാൻ വിടില്ല. അവന്റെ ചിത്രം അവൻ പറയുന്നത്. എനിക്ക് നീ ഓനെ ഒരുപോലെ, എനിക്ക് നീ ഓനെ ഒരുപോലെ. അവന്റെ സൂക്കേട് മാറ്റണ്ടേ നമുക്ക്? അവന്റെ സൂക്കേട് മാറ്റണ്ടേ നമുക്ക്? മരുന്ന് വാങ്ങാൻ ചാക്കുണ്ടി കയ്യിൽ ഒറ്റ പൈസ ഇല്ല. മരുന്ന് വാങ്ങാൻ ചാക്കുണ്ടി കയ്യിൽ ഒറ്റ ചാക്കുണ്ടി നിന്നെ പണയം വെക്കാൻ ചാക്കുണ്ടി, നിന്നെ പണയം വെക്കാൻ ചാക്കുണ്ടി, നിന്നെ പണയം വെക്കാൻ. പേടിക്കണ്ട കേട്ടോ. മത്തായിപ്പുറ നിന്നെ നല്ലവണ്ണം നോക്കും. പേടിക്കണ്ട കേട്ടോ. മത്തായിപ്പുറ നിന്നെ നല്ലവണ്ണം നോക്കും. സൂക്കേട് മാറിയിട്ട് ചെക്കൻ ആത്മത്തിന് വല്ല ഉഷാറായി പണിയെടുത്തിട്ട് പണം ഞാൻ തിരിച്ചു. എന്നിട്ട് നമുക്ക് മിണ്ടിയും പറയാം. എന്നിട്ട് നമുക്ക് മിണ്ടിയും പറയാം. എന്നിട്ട് നമുക്ക് മിണ്ടിയും പറയാം. എന്നിട്ട് നമുക്ക് മിണ്ടിയും പറയാം. നീ ആ താക്കോലൊന്നിങ്ങോട്ടെടുത്ത് നീ നേരെ പോയി വിളിച്ച വിളിയും കേൾക്കൂല. അവധിയായ തിരിച്ചെടുക്കാത്തതെല്ലാം ഈ 10,000 വെട്ടിയിലെന്ന് കിടക്കും. അത്ര നമ്പർ 116 തേപ്പുകാരൻ രാഘവൻ. എന്താ കെട്ടുതാൻ ഓനോളെ കെട്ടുതാൻ അവധിയായിട്ടല്ലോ. അവധിയാകാത്തത് കൊണ്ട് തേപ്പുകാരൻ്റെ നമ്പർ 124 തെക്കേ വീട്ടിൽ ഔസേപ്പ്. അവധിയായല്ലോ. ആ ഔസേപ്പിൻ്റെത് അവധിയായല്ലോ. എന്താ മോതിരം ഔസേപ്പിന് വേണ്ടെങ്കിൽ പിന്നെ ഇടക്കാം.
ചാക്കുണ്ണി ചാക്കുണ്ണിയാ മൂപ്പറേ. ചാക്കുണ്ണിയാ? ആ എന്റെ ചാക്കുണ്ണി, നിന്നെ കാണാൻ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. ഈ നാട്ടിലെ വലിയ ടൈലറല്ലേ പറയുന്നത്? നീ ഇതൊന്ന് നോക്കി. ഇത് ബ്ലൗസാ? ഇപ്പോ ഷർട്ടും അല്ല ബ്ലൗസും അല്ല. ഇത് ഷർട്ടും അല്ല ബ്ലൗസും അല്ല. ഈ പെരുന്നാളിന് എന്റെ കെട്ടിയോക്ക് നീ അടിച്ചു കൊടുത്തതാ. ഇതടിക്കുമ്പോ അമ്മേനാണോ ചേർത്തിട്ടാ നീ അടിച്ചത്? പെരുന്നാളിന് പിള്ളേരെ കൊണ്ട് അടിക്കുന്നുണ്ട്. അതാണ് കേട്ട് നീ ഇപ്പൊ എന്തിനാ വന്നി? അതെ, നീ എന്താ ഇങ്ങനെ പരിങ്ങി കളിക്കുന്നത്? അതെ, അത് ഒരു പണയുണ്ടായിരുന്നല്ലോ മൂപ്പറ. പണയാ? ആ നിനക്കാ? എന്തോ വളയാ മോതിര എന്തെന്ന് ചാക്കുണ്ണി? അന്നെ കനുണ്ടല്ലോ, സമ്മതിക്കട്ട. ചാക്കുണ്ണിയും പണയം വെക്കാൻ തുടങ്ങി. ഈ റേഡിയോ എന്റെ പണയം. ചാക്കുണ്ണി, ഈ റേഡിയോ കാണിച്ചിട്ടല്ലേ നീ എന്നെ സ്വീപ്പാക്കി? അങ്ങനെയല്ലോ മൂപ്പറ. ഈ റേഡിയോ അതിവിടെ നടക്കൂല ചാക്കുണ്ണി. സ്വർണ്ണല്ലാതെ ഇവിടെ ഒന്നും പണയത്തിന് എടുക്കൂല. അത് പണ്ടുമില്ല ഇപ്പൂല്ല. എന്റെ അപ്പൻ അതിൽ കണിശക്കാരനായിരുന്നു. അത്തായി മാപ്പിളക്ക് ചോരയിൽ അലിഞ്ഞതാ സ്വർണം. വലിച്ചു നോക്കാണ്ട് തന്നെ പറയും, ഇത്ര ചെമ്പ്, ഇത്ര സ്വർണം. പക്ഷേ നമുക്ക് വലിച്ചെന്നെ നോക്കണം. അതുകൊണ്ട് അത് നടക്കില്ല. ഒരു അത്യാവശ്യ കാര്യത്തിൽ ഇതിപ്പോ നീ ആദ്യമായിട്ട് വന്നിട്ട് ഒരു അത്യാവശ്യ കാര്യങ്ങളെ പോലെ ഞാൻ നൽകി അങ്ങോട്ട് മെല്ലെ വെക്കണ മൂപ്പറ. മെല്ലെ വെക്കാൻ കുഞ്ഞാറ്റ. എനിക്കിത് കുഞ്ഞിനെ പോലെ പിന്നെ എന്തിനാണ് നീ ഇത് പറയാൻ വെക്കുന്നത്? വേറെ നിവർത്തിയില്ലാത്തോണ്ടാ. വേറെ നിവർത്തി കൊണ്ടാ 40 ഉറുപ്പിക. ഒരു 10 ഉറുപ്പിക വേണമായിരുന്നു. ഞാൻ മോന് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ടാ. ഈ റേഡിയോക്ക് നല്ല വിലയുണ്ട് മൂപ്പറ. ഈ റേഡിയോക്ക് എന്ത് വിലയുണ്ട്? നല്ല വിലയുണ്ട്. റേഡിയോക്ക് നല്ല വിലയുണ്ടാവും. പക്ഷേ സ്വർണത്തിന്റെ അത്രയും വരൂല. പിന്നെ ഈ റേഡിയോ പാട്ട് അതെനിക്ക് ഇഷ്ടമല്ല. നീ ഇങ്ങോട്ട് വന്നേ. ഈ റേഡിയോ കേട്ടിട്ട് സമയം കളയുന്നതിന് പകരം പല പണിയെടുത്ത് കാശുണ്ടാക്കാൻ നോക്കണോ? പണിയെടുക്കുമ്പോ പാട്ട് കേൾക്കണ്ട മൂപ്പറ. ഞാനിങ്ങനെ പണിയെടുക്കുമ്പോ നാടകവും പാട്ടും ശബ്ദരേഖയും കണ്ടതും കേട്ടും എല്ലാം കേൾക്കും. കുടുക്ക് തിന്നുമ്പോ വയലും വീടും. പങ്കെടുക്കുമ്പോ പ്രാദേശിക വാർത്ത. വെറുതെ അല്ല ചാക്കുണ്ണി, നീ അടിക്കുന്ന ട്രൗസർ കോണും ബ്ലൗസ് ഷർട്ടും ആവും. ഏതായാലും നിന്റെ കാര്യം നടക്കട്ടെ. 10 ഉറുപ്പിക കൂടി മൊത്തം 50 ഉറുപ്പിക. നോക്ക്. ഇതെന്റെ പണയം. നീ എന്ന് പലിശയും മുതലുമായി വരുന്നുവോ അതുവരെ ചാക്കുണ്ണി നിന്റെ ഈ റേഡിയോ ഇത് അത് കിടക്കും.
കവർ എനിക്ക് തരുവാ. എന്റെ ചാക്കുണ്ണി, റേഡിയോ ഇല്ലാതെ കവറ് മാത്രം എന്തിനാ? അല്ലെങ്കിൽ നീ എനിക്ക് റേഡിയോ ഇല്ല തന്നിനി, കവറ് എന്നെടുത്തു. ചാക്കുണ്ണി, ഇതേതാ ഒരു കുഞ്ഞിന്റെ ചിത്രം? ഈ റേഡിയോ കണ്ടുപിടിച്ചാളാ മോനാ? ഇത് മർഫി റേഡിയോ മൂപ്പറേ. മർഫി റേഡിയോയിൽ ഇതുപോലെ കുഞ്ഞിന്റെ ചിത്രം ഉണ്ടാവും. നല്ല ചെക്കൻ. നീ പോവാൻ നോക്ക്. പോ, 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 പോ. നമ്പർ 129, തയ്യൽ കടക്കാരൻ ചാത്തു. ഇത് വല്ലാത്ത കുരിശായല്ലോ. എന്താ നീ ഇനി പോയില്ലേ? അത് പൈസ നല്ല കുറവ്. പിന്നെ എന്താ അത്? ഈ മുതലിന് ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ നടക്കൂല ചാക്കുണ്ണി. പിന്നെന്താ നീ എന്താ ഒരു കല്യാണപ്പെണ്ണിനെ പോലെ ചിണുങ്ങുന്നത്? എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. നോക്കുന്നറിയാം. എന്നാലും അതിനൊരു കുഞ്ഞിനെ ചിത്രമല്ലോ. അതിന്റെ കുഞ്ഞിനെ പോലെ നോക്കണം. കുഞ്ഞിനെ പോലെ നോക്കണ്ട. ആ റേഡിയോ പാടാൻ നീ ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഇതെത്രയാ നമ്പർ? 129. 129 നിന്റെ പണയ നമ്പർ. നിനക്ക് ഞാനതിന് 50 ഉറുപ്പിക തന്നു. നോക്ക്. ഇനി നീ എന്ന് പലിശയും മുതലുമായി വരുന്നുവോ അതുവരെ നിന്റെ ഈ 129 ഈ റേഡിയോ അത് അതല്ലാതെ നീ ഇടക്കിടക്ക് വന്നിട്ട് കുഞ്ഞിനെ പോലെ നോക്കണം, ആരോട്ടും പോകണം എന്നെല്ലാം പറഞ്ഞ എനിക്ക് നടക്കുക. ചാക്കുണ്ണി എനിക്ക് നടക്കുക. എന്റെ കാര്യം എന്റെ മക്കളെ ഞാൻ സ്നേഹിച്ചില്ല. എനിക്കറിയാം എന്റെ ആനുമ്മക്കും ഐസോനും മോനും കിട്ടിയ അടി കിട്ടിയില്ല. എന്റെ കാര്യം ഞാനാ തച്ചു വളർത്തണം. എന്റെ അപ്പ എന്നെ സ്നേഹിച്ചില്ല. കയ്യിലെ ഇരുമ്പ് തണ്ട് പൊറപ്പിച്ചിട്ട് കൊണ്ടിക്ക് വെക്കും. ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ചാക്കുന്നു എന്തോ ഒരു സാധനങ്ങളായിട്ട് കിടക്കുന്നു. അതിന്റെ ഇടക്കാണ് ഓൻ്റെ ഒരു ലോഡ് കൂസ് റേഡിയോ. ചാക്കുന്നേ നിന്ന് നേരം കളയാതെ പോയി കോളത്തിന് 2 ബാലടിക്കാൻ നോക്കണോ? പിന്നെ നീ എന്ന് പലിശയും മുതലുമായി വരുന്നുവോ അതുവരെ നിന്റെ ഈ റേഡിയോ അത് ഈ നുണക്കല്ല. ഇതുവരെ അത് കേൾക്കാനും പോകുന്നുണ്ടോ? പിന്നെ ആ കുരിശ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനാ നിനക്ക് നല്ലത്. മനസ്സമാധാനായിട്ട് പണിയെങ്കിലും എടുക്കാം. കവറായിട്ട് ആ റേഡിയോ ഒക്കെ പൊടി പിടിച്ചിട. എന്റെ സ്വപ്നമായിരുന്നു ആ റേഡിയോ. ആടി വന്ന കാറ്റ് പൊട്ടിയ ചെരുപ്പ് മാറ്റാതെ ആണ്ടോടാണ്ട് മലയാറ്റൂര് പള്ളിയിൽ പോകുന്ന നേർച്ചയ്ക്ക് പോകാതെ പണം സുരിക്കൂട്ടി വെച്ചാൽ ഞാൻ ആ റേഡിയോ വാങ്ങിയത്. പണം സുരിക്കൂട്ടി വെച്ചാൽ ഞാൻ ആ റേഡിയോ വാങ്ങിയത്. പണം സുരിക്കൂട്ടി വെച്ചാൽ ഞാൻ ആ റേഡിയോ വാങ്ങിയത്. എന്റെ സ്വപ്നമായിരുന്നു ആ റേഡിയോ. എനിക്ക് എന്റെ മോൻ ജോണിനെ പോലെ എന്റെ മോൻ ജോണിനെ പോലെ എനിക്ക്
സൂക്കേട് മാറിയിട്ട് ചെക്കൻ ആസ്പത്രിയിലല്ല ഉഷാറായി പണിയെടുത്തിട്ട് പഴയ ഞാൻ തിരിച്ചെടുക്കും. ഉഷാറായി പണിയെടുത്തിട്ട് പഴയ ഞാൻ തിരിച്ചെടുക്കും. അതുപോലെ പൊടി പിടിച്ചു അതുപോലെ പൊടി പിടിച്ചൂടാ എന്തൊരു മഴ, എന്തൊരു മഴ, കൊടയെടുത്താലും നനയുന്ന മഴ. ഇനി എന്ത് മഴ പെയ്താലും ഞായറാഴ്ചത്തെ കുർബാന മുടക്കാൻ പാടില്ല. എന്ത് കാര്യം? ശാപം കിട്ടും. അരെ പലിശക്കാരൻ. കഴിഞ്ഞ ഒരു മാസം എന്താ കച്ചവടം, എത്രയാ പണയം വന്നത്. കർത്താവിന്റെ കൃപ. 68, 69, 70. സ്ഥലം കുഴക്കാൻ വേണ്ടിയിട്ട് ചാക്കുണ്ണീന്റെ ഒരു റേഡിയോ 129. ഈ ദിവസം പണയത്തൊന്നും എടുക്കാനുള്ള പരിപാടി ഒന്നും ഇല്ലാന്നല്ല. ഇവൻ ഇവരെ പലിശ അടിച്ചില്ലേ? എന്നാ പിന്നെ ചാക്കുണ്ണി നീ നടത്തുക. എനിക്ക് ഒട്ടുക്കത്തായി തന്നെ കേട്ടാ. നിന്റെ കാര്യം ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ. നോക്ക് ചാക്കുണ്ണി, നിന്റെ പണയം അവധിയായി. ചാക്കുണ്ണി അവധിയായി. നീ നോക്ക്, നീ ഇതുവരെ പലിശ അടച്ചിട്ട. നീ എന്തെങ്കിലും പൈസയും കൊണ്ടാണോ ചാക്കുണ്ണി വന്നിനെ? ഇല്ല ഊപ്പറെ. പിന്നെ എന്തിനാണോ നീ ഇങ്ങോട്ട് വന്നിനി? വീണ്ടും പണയം വെക്കാനാ? നിന്റെ കയ്യിലെന്തോ, നിന്റെ കയ്യിലെന്നേ ബാറ്ററിയാ. അന്ന് നീ റേഡിയോ പണയം വെച്ചു. ഇപ്പൊ ഈ ബാറ്ററി എന്റെ ചാക്കുണ്ണി 3/4 വിലയില്ലാത്ത ഈ ബാറ്ററി ആരൊക്കെ പണയത്തിനെടുക്കുക? പണയം വെക്കാനല്ല. പിന്നെന്തിനാ പെട്ടെന്ന് പോവാൻ നോക്ക്. നിനക്കിപ്പോ പണിയൊന്നുമില്ലേ? കുട്ടികളുടെ പരിപാടിയായ ബാലമണ്ഡലത്തിലേക്ക് എല്ലാ ഞായറാഴ്ചത്തെ സ്പെഷ്യലാ ബാലമണ്ഡലം. ബാലമണ്ഡലം ഈ മനുഷ്യന്മാരെന്തിനാണ് പാട്ട് കേട്ടിട്ട് സമയം കളയുന്നു? ഇതുവരെ എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലായിട്ടില്ല. കുഞ്ഞളെ പരിപാടി കേൾക്കാൻ വേണ്ടിട്ട് നീ ഇവിടെ വന്നില്ലേ? ഇന്ന് പള്ളിയിൽ പോയില്ല. നീ ഇന്ന് പള്ളിയിൽ പോയില്ല. ക്രിസ്ത്യാനികളായാലും പള്ളിയിൽ പോണം. ഈ റേഡിയോ കേട്ടിട്ട് സമയം കളയുന്നതിന് പകരം കുർബാന കേൾക്കണം. നമ്മൾ പള്ളിയിൽ പോയിട്ട് അതിന്റെ പരാതി അച്ഛനുണ്ടാവും. എന്നെ കുറിച്ച് വല്ല പരാതി
അപ്പൊ ഇത് പണയത്തൊന്ന് തിരിച്ചെടുക്കാൻ പരിപാടി ഇല്ല ചാപ്പിടി.